പേടിച്ച് മുട്ടുമടക്കി. ഇത് പൂഞ്ഞാറിലെ സെൻറ്റ് മേരീസ് പള്ളിയിൽ വൈദികനെ ആക്രമിച്ച കേസുണ്ടല്ലോ, ജോസഫ് ആറ്റുചാൽ എന്നുള്ള വൈദികനെ വണ്ടി ഇടിച്ചും ഒക്കെ പരുവക്കേടായ കേസ്. ആ കേസ് സഭ കീഴടങ്ങി എന്നാണ് കേൾക്കുന്നത്. അല്ല, അത് വന്നല്ലോ വി.എൻ. വാസവൻ അതിലിടപെട്ടിട്ട് അദ്ദേഹം ഒരു യോഗമൊക്കെ വിളിച്ചു കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട വീഡിയോ ഉണ്ട്, ഞാനും അത് കണ്ടു. എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി ആ യോഗത്തിൽ. അത് ശരി. അടികൊണ്ട് അച്ഛൻ ഇപ്പോഴും. അപ്പോൾ അദ്ദേഹം ഒരു ബിരുദവും കൂടെ കൊടുത്തിട്ടുണ്ട്. വൈദിക ശ്രേഷ്ഠന്മാർ ചർച്ചയിൽ പങ്കെടുത്തു. അവർക്കത് മതി. വൈദികനല്ല, വൈദിക ശ്രേഷ്ഠൻ. ഒക്കെ കഴിഞ്ഞ് ചർച്ചയുടെ ഔട്ട്കം എന്താണെന്നറിയാം. വി.എൻ. വാസവൻ പറയുന്നു 27 പ്രതികളാണ് ഈ കേസിൽ. അതിൽ 10 പേര് ജുവനയിലാണ്, പ്രായപൂർത്തിയാകാത്തവരാണ്. 17 പേര് പ്രായപൂർത്തിയായവരുമാണ്. അതിൽ 18 വയസ്സും പിന്നെ 10 ദിവസവും അല്ലെങ്കിൽ 1 മാസമൊക്കെ കഴിഞ്ഞവരും ഉണ്ട്. നമുക്കൊരു സഹതാപം തോന്നാൻ വേണ്ടിയിട്ടാണ് പുള്ളി നമ്പർ അടിക്കുന്നത്. 18 ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളപ്പാ എന്നുള്ള മാട്ടെ. ഇവർ ഈ മോട്ടോർ സൈക്കിൾ റേസ് ചെയ്തുകൊണ്ട് പള്ളി മുറ്റത്തേക്ക് വന്നു. അപ്പം അങ്ങനെ വൈദികന് നിസ്സാരമായ പരിക്കേറ്റു. വണ്ടി ഇടിച്ച് താഴെയിട്ട് അയാളുടെ നെഞ്ചത്തോടെ കയറ്റി ഇറക്കി എന്ന് വാസവൻ സമ്മതിക്കണ്ടേ. മാത്രമല്ല യോഗത്തിൻ്റെ തീരുമാനങ്ങളാണ് പുള്ളി വിശദീകരിക്കുന്നത്. ഇപ്പം യോഗത്തിൽ ഞാൻ വിചാരിച്ചു ക്രൈസ്തവ സഭയ്ക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു അവർക്കൊരു ഇളവ് ചെയ്യുന്നു. ഒന്നുമില്ല. വാസവൻ പറയുന്നത് ഈ 10 പിള്ളേരെ ജാമ്യത്തിൽ വിട്ടു, ജുവനയിലായതുകൊണ്ട്. ബാക്കി 17 പേരെ വിട്ടിട്ടില്ല. അവരും അവരുടെ കുടുംബാംഗങ്ങളും അസാമാന്യമായ മാനസിക സമ്മർദ്ദത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 307 വധശ്രമമാണ് കേസ്. ഈ വധശ്രമ കേസിലൊക്കെ ജാമ്യം കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു SP-യോട് ആ വകുപ്പ് തന്നെ വേണോ എന്നൊന്നുകൂടെ പരിശോധിക്കണം എന്ന് പറയാൻ തീരുമാനിച്ചു. അത് ശരി. എന്ന് പറഞ്ഞാൽ വകുപ്പൊന്നും മാറ്റിപ്പിടിക്കേ SP എന്ന് പറഞ്ഞു. 307 വധശ്രമമാണ്, ജാമ്യം കിട്ടാൻ പ്രയാസം. ഈ ലോഹയിട്ട ശ്രേഷ്ഠന്മാർ സമ്മതിച്ചു എന്നാണ് വി.എൻ. വാസവൻ പറയുന്നത്. വി.എൻ. വാസവൻ മാത്രമല്ല, അവിടുത്തെ MP, പിന്നെ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ, അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു തട്ടമൊക്കെ ഇട്ട സ്ത്രീ അവരേ ആവുള്ളൂ. അപ്പോൾ ഇവർ 3 പേരും ഏകസ്വരത്തിൽ ഇത് തന്നെ പറഞ്ഞു. SP-യെ ചുമതലപ്പെടുത്തി ആ FIR പരിശോധിച്ച് ഈ വകുപ്പ് തന്നെ വേണോ അതോ വേറെ ഏതെങ്കിലും വകുപ്പ് മതിയോ എന്ന് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തി. അതായത് 307 എന്നുള്ള വധശ്രമ കേസ് 323 വെറുതെ പരിക്കേൽപ്പിക്കുക. ഞാൻ സുനിലിന് ഒറ്റ അടി വെച്ച് തന്നു. അത് മൂക്കിൽ കൊണ്ട് ഇച്ചിരി ചോരയൊക്കെ 323 നോർമൽ ഓർഡിനറി ഇഞ്ചുറി. ഇതാക്കി മാറ്റിയാൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന വകുപ്പാകും. ടപ്പെന്ന് പറഞ്ഞ് പിള്ളേരെ വിടാം. അതാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിസ്സാര വകുപ്പ് എന്തെങ്കിലും മിസ്ചീഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിള്ളേർ ബൈക്കിൽ തലകുത്തി നിന്ന് ബൈക്ക് ഓടിക്കുക ഇങ്ങനെയൊക്കെ മിസ്ചീഫാണ്. അപ്പോൾ അതിന് ചെറിയൊരു ശിക്ഷ, സ്റ്റേഷൻ ജാമ്യം കൊടുക്കുക. അപ്പം തന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്താണ് അച്ഛൻ്റെ പേര് പറ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് വിളിക്കുമ്പോൾ ഹാജരാകണം കേട്ടോ, ചെയ്തോളാം സാർ, ഇനി ചെയ്യില്ലോ സാർ എന്ന് പറഞ്ഞിട്ട് പയ്യന് അച്ഛൻ അറിയാതെ രക്ഷപ്പെടുക എന്നൊക്കെയുള്ളത്. ഇതൊക്കെയാണ് മിസ്ചീഫ് എന്ന് പറയുന്നത്. ഈ വകുപ്പ് എന്തെങ്കിലും ചേർത്തിട്ട് ഈ 18 പേരെയും വിടും. മറ്റ് 17 പേരെ വിടും. 10 പേരെ നേരത്തെ തന്നെ വിട്ടും കഴിഞ്ഞു. പിന്നെ കേസ് ഷൂവായിട്ട് പോകും. ഇതാണ് അവരെത്തിയിരിക്കുന്ന എഗ്രിമെൻറ്റ്. അതുകൂടാതെ ഇതിൽ മാനസിക പ്രയാസമുള്ള കുട്ടികളുണ്ട്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും തീരുമാനിച്ചു. ഈ അച്ഛനെ ഇടിച്ച് വീഴ്ചിട്ട് കൊല്ലാൻ നോക്കിയവർക്ക് അവരുടെ മാനസികാവസ്ഥ മാനസാന്തരമായിരിക്കും. ഈ വെളുത്ത ലോഹയിട്ട ഒരു മനുഷ്യനെ കാണുമ്പോൾ പെട്ടെന്ന് ഇത് യക്ഷിയാണോ ഭൂതമാണോ പ്രേതമാണോ എന്ന് ഓർത്ത് ആർക്കായാലും ഇത് വരും. എനിക്കറിയുമ്പോൾ ഞാൻ ആ അച്ഛനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ കറുത്ത അച്ഛനാണെന്ന് വെച്ചു. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഈ തമാശയ്ക്ക് പാടുമായിരുന്നു, വെളുത്ത ലോഹ കറുത്ത അച്ഛൻ ഹോയ് ഹോയ് ഹോയ്, കറുത്ത ലോഹ വെളുത്ത അച്ഛൻ ഹോയ് ഹോയ് ഹോയ്. ഇതായിരുന്നു ഞങ്ങളുടെ. എന്താ അതിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലൈൻ തമാശയായതുകൊണ്ട് കാര്യമായിട്ട് എടുക്കരുത്. കറുത്ത കോഴി വെളുത്ത മുട്ട ഹൊയ് ഹൊയ് ഹൊയ്, വെളുത്ത കോഴി കറുത്ത മുട്ട ഹൊയ് ഹൊയ് ഹൊയ്. ഇങ്ങനെ
ഈ അച്ഛനെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അതിന് കൗൺസിലിംഗ് കൊടുക്കാൻ തീരുമാനിച്ചു. ശരിയാണ്. മോനെ നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ആ അച്ഛൻ്റെ അങ്ങേരുടെ യൂണിഫോമാണത്, അത് അഴിച്ചു വയ്ക്കാൻ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്, നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, നീ മിടുക്കനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ചില ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ കൊടുക്കുക. അവൻ്റെ ആത്മവിശ്വാസം, അന്യരെ എങ്ങനെ നോക്കിക്കാണണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇതുമൊക്കെ കൊടുത്തിട്ട് കൗൺസിലിംഗ് ഉണ്ടാവാം. ഇത് കഴിഞ്ഞ് ഈ പിള്ളേർക്ക് പരീക്ഷ എഴുതാം. അത് മറ്റന്നാളെ അവരുടെ പരീക്ഷ തുടങ്ങുകയാണ്. പോലീസ് പ്രൊട്ടക്ഷനിൽ പോയി പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ജയിലിൽ കിടക്കുന്ന ആളിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് പരീക്ഷ എഴുതിക്കാം. പക്ഷേ അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക ആഘാതം എത്ര ഭീകരമായിരിക്കും ആലോചിച്ചു. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പരീക്ഷ, ഈ പരീക്ഷ പോട്ടെ, ഇത് കഴിയുമ്പോൾ ഈ പിള്ളേർക്ക് മാത്രമായിട്ട് പ്രത്യേക പരീക്ഷ നടത്താൻ സാധിക്കുമോ എന്നും പരിശോധിക്കും. അത് നടത്താൻ നമ്മളുടെ ആർ ബിന്ദുവോ ശിവൻകുട്ടിയോ ഒക്കെ എത്രയോ തയ്യാറാകും. വീട്ടിൽ പോയി പരീക്ഷ നടത്തും. മാത്രമല്ല എഴുതി കൊണ്ട് തന്നാൽ മതി എന്ന് പറയും. പരീക്ഷ ഒന്നും നടത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും A+ കൊടുക്കുന്ന കാലം. മനസ്സിലായോ? ഇതാണ്. ഇനി ഇത് കൂടാതെ ഇതിനകത്ത് വേറൊരു വലിയ ഫലമുണ്ട്. ഈ പ്രായപൂർത്തിയാകാത്തൊരു മോട്ടോർ സൈക്കിള് ഓടിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ പോകരുത്. ആ നിയമം ഈരാറ്റുപേട്ടയ്ക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടൊരു എക്സംഷൻ. അല്ല, അത് മുമ്പേ ഉണ്ട്. ഈരാറ്റുപേട്ടയിലൊന്നും ബാധകമല്ല, ഹെൽമെറ്റ് വേണ്ട, 3-4 പേർക്ക് ബൈക്കിൽ പോകാം. ഈ നിയമം എന്ന് പറഞ്ഞാൽ 18 പ്രായപൂർത്തിയാകാത്തവർ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ പിതാവിന് 25,000 രൂപ പിഴയും 3 വർഷം വരെ തടവും. MV ആക്ടിലുള്ളതാണ്. എന്നിട്ടോ ഈ കൊച്ചിന് വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കും. ഈവൻ ലൈസൻസ് എടുക്കണമെങ്കിൽ 18 പകരം 25 വയസ്സ് കഴിയണം. ഇതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. എക്സെപ്റ്റ് ഈരാറ്റുപേട്ട ഒഴികെ. ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ത്രൂ ഔട്ട് ഇന്ത്യ എക്സെപ്റ്റ് ഈരാറ്റുപേട്ട. ഇത് ഈ നമ്മുടെ ഈ സംസാരം കേൾക്കുന്ന കേരളത്തിലെ പ്രബുദ്ധ മലയാളി ഒന്ന് കേൾക്കണം. ഇങ്ങനെ ഒരു രാജ്യം ഈരാറ്റുപേട്ടയിൽ ഉണ്ടെന്ന്. അല്ല, ഇങ്ങനെ ചില പോക്കറ്റ്സ് ഉണ്ട്. ഈരാറ്റുപേട്ട അല്ലാതെ ചില പോക്കറ്റ്സ് ഉണ്ട്. അല്ല, ഈരാറ്റുപേട്ട ഒരു കാര്യമുണ്ട്. SP ഒരു കത്തയച്ചിരുന്നു. അവിടെ ഒരു ആൻറ്റി ടെററിസം ഗ്രൂപ്പിൻ്റെ ഒരു കേന്ദ്രം വേണം, അതിനൊരു സ്ഥലം, മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ CPM ഉൾപ്പെടെ സകലരും, അവിടുത്തെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ 2 പേരൊഴികെ 24 പേരും മറ്റോ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാ. LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇവരെല്ലാവരും കൂടെ ഏകകണ്ഠമായി SP-ക്ക് പരാതി കൊടുത്തു. SP സ്ഥലം മാറ്റിക്കണം. SP മാറ്റിയിട്ടില്ല, എന്തോ അങ്ങനെ മാറ്റിയിട്ടില്ല. മാറ്റാൻ വെച്ചിട്ടുണ്ട്. ചുണ്ണാമ്പ് തൊട്ട് വയ്ക്കുക. അതെ അതെ അതെ. കൊല വെട്ടാനായിട്ട് മൂത്ത കൊല നോക്കിയിട്ട് ആദ്യം ചുണ്ണാമ്പ് ഇട്ട് വയ്ക്കും. പുറകെ വരുന്നത് ചുണ്ണാമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കൊല മാത്രം അങ്ങ് വെട്ടിയാൽ മതി. അപ്പോൾ വേറെ ഇൻസ്പെക്ഷൻ ഇല്ല. ATS ട്രെയിനിങ് സെന്റർ ഈരാറ്റുപേട്ടയിൽ വേണമെന്ന് എഴുതിയ SP-യുടെ ഒരു ധാർഷ്ട്യം അത് അനുവദിച്ചു കൊടുക്കാം. ഇതിനിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ രക്ഷപ്പെട്ടു കിട്ടി. അതെ, അത് വലിയൊരു നേട്ടമല്ലേ. അതാണ് മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടത് സ്വന്തം ജീവനാണ്. അത് രക്ഷപ്പെട്ടു കിട്ടിയില്ലേ. അത് ഈ VN വാസവനും ടീമും കൂടെ ഉറപ്പുവരുത്തി. ഈ പള്ളിയിൽ അച്ഛനെ കൊല്ലരുത് എന്ന് പറഞ്ഞു കാണും യോഗത്തിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നോക്കട്ടെ എന്ന് പറഞ്ഞു കാണും. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പള്ളിയിലേക്ക് ആ പാലായിന്നല്ലോ ഈ കയ്യിൽ രാഖിയൊക്കെ കിട്ടി, അത് വേണ്ട, ചന്ദനക്കുറിയൊക്കെ തൊട്ട ഒരു 10-15 പിള്ളേർ ബൈക്ക് ഓടിച്ചതുപോലെ എന്താ കയറ്റിയിരുന്നെങ്കിൽ മണിപ്പൂർ ഇതാ ഈരാറ്റുപേട്ടയിൽ വന്നൊന്ന് പറയില്ലായിരുന്നോ ഈ ലോഹയിട്ട ആളുകൾ? പറയും. അയ്യോ, കർദിനാളിൽ ഇറങ്ങും നേരിട്ട്, ആർച്ച് ബിഷപ്പൊക്കെ നേരിട്ട്. അതെ. പോപ്പ് അവിടെ നിന്ന് പ്രസ്താവന ഇറക്കും, യുണൈറ്റഡ് നേഷൻസ് ഇടപെടും, വലിയ പ്രശ്നമാകും. ആ പ്രശ്നമാണല്ലോ. ഇനി നേരെ ഇത് കുട്ടികളുടെ ഒരു തമാശ. ഇനി ഇതുപോലെ കുട്ടികൾ ഈ പാലായിൽ കുറച്ച് നസ്രാണി പിള്ളേരുണ്ടല്ലോ, ഇവരാരെങ്കിലും ഒരു ബൈക്ക് എടുത്ത് ഈരാറ്റുപേട്ടയിലെ ഒരു ജുമാ മസ്ജിദിന്റെ ഗ്രൗണ്ടിലേക്ക് ഇതുപോലെ കയറ്റിയിട്ട് ഒരു മുല്ലായെ തട്ടി വീഴ്ത്തിയിരുന്നെങ്കിലോ? അങ്ങനെ ചെയ്യാനുള്ള ചെറുപ്പക്കാരൊക്കെ പാലയിലുണ്ട്. എനിക്ക് തോന്നുന്നു പാലയിൽ ചെറുപ്പക്കാർ സങ്കല്പത്തിൽ എന്തും ചോദിക്കാം. സങ്കല്പത്തിൽ ചോദ്യം അങ്ങനെ ചെയ്താൽ വിവരം അറിയും. ഇത് ഇപ്പോൾ സഭയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദു സമൂഹത്തിന് പണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഈ സ്വാമി വിവേകാനന്ദൻ ഈ ഹിന്ദുക്കൾ തല്ലുകൊള്ളുന്ന സ്വഭാവത്തെപ്പറ്റി പറഞ്ഞിരുന്നു. ഹിന്ദുക്കൾ ചെയ്ത ഒരു കുഴപ്പം, അവർ ശ്രീകൃഷ്ണനെ ദൈവമാക്കി, യേശു ക്രിസ്തുവിനെ വർക്കിംഗ് മോഡലാക്കി. യൂറോപ്യന്മാർ ചെയ്തത്, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ ചെയ്തത്,
അവർ യേശുക്രിസ്തുവിനെ ദൈവമാക്കി, ശ്രീകൃഷ്ണനെ വർക്കിംഗ് മോഡലാക്കി. ജീവിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ തന്ത്രങ്ങളും പ്രയോഗങ്ങളും മാതൃകയും ഒക്കെ വെച്ചിട്ട്. ദൈവം കരുണാമയൻ, എല്ലാവരോടും അത് ഭിത്തിയിൽ വെച്ച്. ഇതാണ് ഭാരതീയർ കാണിച്ച കുഴപ്പം എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തല്ലുകൊള്ളുന്നത്. അവരുടെ പ്രിൻസിപ്പിൾ നോക്കുക, അത് വെച്ച് വേണം. എല്ലാവരോടും കരുണയുള്ള ഒരു ദൈവം, എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം പൊറുക്കുന്ന, എല്ലാ പാപങ്ങളും ഏറ്റെടുക്കുന്ന, ഓംനി പ്രസൻറ്റ്, ഓംനി പൊട്ടൻ്റൊക്കെ ആയ ഒരു ദൈവം, അത് ദൈവം. ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ ശ്രീകൃഷ്ണൻ വേണം. ശ്രീകൃഷ്ണൻ ദൈവമല്ല, നിൻ്റെ വർക്കിംഗ് മോഡലായിരിക്കണം. അതാണ് ജീവിക്കാനായിട്ട് ആവശ്യം. ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ഇന്ന് കേരളത്തിലെ സഭകൾ ഈ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അവരും ശ്രീകൃഷ്ണനെ ദൈവമാക്കുകയും യേശുക്രിസ്തുവിനെ വർക്കിംഗ് മോഡലാക്കുകയും തുടങ്ങി. ഇതിന് ഭയങ്കര പ്രഷർ അവരുടെ പുറത്തുണ്ട്. ക്രിസ്തു ഇങ്ങനെയാണോ പറഞ്ഞത്, ക്രിസ്തു ഇങ്ങനെയാണോ പറഞ്ഞത്? ക്രിസ്തു പള്ളിയിൽ കയറി ചുങ്കക്കാരെയും പരീശന്മാരെയും ചാട്ടവാറ കൊണ്ട് അടിച്ച് പുറത്താക്കിയവനാണ് യേശുക്രിസ്തു. പക്ഷേ ക്രിസ്ത്യാനികളെ നിരന്തരം പറഞ്ഞ് മനസ്സിലാക്കി പൗരുഷമില്ലാത്ത, തല്ലുകൊള്ളുന്ന, കുരിശ് ചുമക്കുന്ന, എന്നിട്ട് ആ കുരിശിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളുടെ വർക്കിംഗ് മോഡലെന്ന് നിരന്തരം ക്രിസ്ത്യാനികളെ പറഞ്ഞ് മനസ്സിലാക്കി. അതിൽ ഈ വൈദികന്മാർക്കും പങ്കുണ്ട്, സാംസ്കാരിക നായകന്മാർക്കും പങ്കുണ്ട്. പലരും പറയുന്നത് കേട്ടില്ലേ, എനിക്ക് ക്രിസ്തുവിനോട് വലിയ ബഹുമാനമാണ്, പക്ഷേ സഭയെ ഞാൻ അംഗീകരിക്കുന്നില്ല. എന്താ അംഗീകരിക്കാത്തത്? എന്താ പ്രശ്നം? അത് വ്യക്തമായിട്ട് പറയുകയില്ല. കാരണം അത് സഭയുടെ നേർക്കുള്ളൊരു ആക്രമണമായിട്ട് മാറും. ചുരുക്കി പറഞ്ഞ് ഈ ഇൻ്റലക്ച്വൽ ടെററിസം കൊണ്ട് സഭ തളർന്ന് കീഴടങ്ങി ഈ മയക്കുമരുന്ന് നിരന്തരം അൽമായരിലും ഇഞ്ചക്റ്റ് ചെയ്ത് അവരുമൊക്കെ ഈ പറയുന്നതാണ് ശരി, ഇസ്ലാം പറയുന്നതാണ് ശരി, മറ്റവർ പറയുന്നതാണ് ശരി, ആയെങ്കിൽ വഴിയെ പോകുന്നവർ പറയുന്നതാണ് ശരി. ഈ ഒരു അവസ്ഥ വന്നിട്ട് ഇങ്ങനെ മണിപ്പൂർ എന്ന് മാത്രം അത് തന്നെ കുറച്ച് പേര് പറഞ്ഞാലായി. ഈ മണിപ്പൂർ വിഷയത്തിൽ ഇവരുടെ തന്നെ കത്തോലിക്ക സഭയുടെ തന്നെ പ്രിയപ്പെട്ടവനാണ് ദീർഘകാലം ദീപികയിൽ പത്രലേഖനായിട്ട് ഇപ്പോൾ ഡൽഹി ബ്യൂറോ എത്രയോ കാലമായി ജോർജ് കള്ളിവയൽ ഡൽഹിയിലാണ്. മണിപ്പൂർ FIR ജോർജ് കള്ളിവയൽ ഒരു പുസ്തകം ഇറക്കി. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് നമ്മുടെ അഴിമുഖൻ ടീമാണ്. അവർ എഴുതുന്നത് ജോർജ് കള്ളിവയൽ, വിഷയം മണിപ്പൂർ. അപ്പോൾ ഊടുപാട് മോദിയെയും ഹിന്ദുത്വവാദികളെയും ചീത്ത പറഞ്ഞ് കാണും എന്ന് വിചാരിച്ചിട്ട് വായിക്കുക പോലും ചെയ്യാതെ ഇവരെ പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലെ ചില തീവ്രവാദികളെങ്കിലും വായിച്ചപ്പോൾ സംഭവം നേരെ തിരിച്ചാണ്. ജോർജ് കള്ളിവയൽ സത്യസന്ധമായിട്ട് കാര്യം എഴുതി. ഇതിപ്പോൾ സർപ്പക്കാവിൽ കയറി കാർക്കിച്ച പോലെ ഇവർക്ക് ഈ പുസ്തകത്തെ തള്ളിപ്പറയാനും മേല, വിഴുങ്ങാനും മേല. സർപ്പക്കാവിൽ കയറുമ്പോൾ അതാണല്ലോ പറഞ്ഞ് കാർക്കിച്ച് കഴിഞ്ഞാൽ തൂക്കാനും പറ്റില്ല, വിഴുങ്ങാനും പറ്റില്ല. അതാണ് സർപ്പക്കാവിൽ കയറി കാർക്കിക്കുക. ഈ അവസ്ഥയായി. അതുകൊണ്ട് മണിപ്പൂരിനെ പറ്റിയും ആരും ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കാരണം കള്ളിവയലാണ്, ജോർജ് കള്ളിവയലാണ് പ്രതിരോധം തീർത്തിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു വീട്ടിലാണ് സഭ ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് തളർന്നിരിക്കുന്നു. തങ്ങൾ തന്നെ ആർജിച്ച സ്വത്ത്, സ്ഥാപനം ഇതെല്ലാം അതിൻ്റെ ഭാരം അവർക്ക് തന്നെ ഒരു ദോഷമായിട്ട് വന്നിരിക്കുന്നു. അവർക്കത് വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെയാണ് ചിലർക്കെങ്കിലുമൊക്കെ വൻതോതിലുള്ള ധനനിക്ഷേപം പുറത്ത്, അത് സ്വിസ് ബാങ്കിലാവാം, ഗൾഫിലാം, എവിടെയൊക്കെ അവരുടെ ചരടുവലികൾ, അതിൽ വിഷമിച്ചു പോകുന്നവർ. അങ്ങനെ അന്തഛിദ്രം കൊണ്ട് തകർന്നിരിക്കുകയാണ് കത്തോലിക്ക സഭ. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ കീഴടങ്ങേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നോക്കൂ, സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. മദ്യനിരോധനം സഭയുടെ വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. KCBC മദ്യവിരുദ്ധ കമ്മിറ്റി എന്ന് പറഞ്ഞ് ഇപ്പോഴും ഉണ്ടൊരു കമ്മിറ്റി കടലാസിൽ. അവർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്ഥിരം തെരുവിൽ ഇറങ്ങുമായിരുന്നു. വൈദികന്മാരും കന്യാസ്ത്രീമാരും. അൽമായരെ ഇതിന് കിട്ടില്ല. കാരണം അൽമായർക്ക് ഇറങ്ങി ഇത് വെറുതെ ഒരു ഡബിൾ സ്പീക്കാണ്. കേരളത്തിൽ 30% ആൾക്കാർ ഒക്കേഷണലിയെങ്കിലും മദ്യപിക്കുന്നവരാണ് എന്ന് കേരള യൂണിവേഴ്സിറ്റി 15 വർഷം മുമ്പ് റിസർച്ച് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ചുമ്മാ ഈ മദ്യനിരോധനം എന്ന് പറഞ്ഞ് ആൾക്കാർ കൂവും. അതുകൊണ്ട് അൽമായർ ഇറങ്ങുന്നില്ല, വൈദികരും കന്യാസ്ത്രീകളുമാണ് ഇറങ്ങുന്നത്. ഇതിനിടയ്ക്ക് പണ്ട് സുകുമാർ അഴീക്കോട് 1995 മറ്റാണ് സുകുമാർ അഴീക്കോട് ഒരു കീറി കത്തോലിക്ക സഭയിലെ 65% വൈദികരും മദ്യപാനികളാണ്. അങ്ങനെ
അന്ന് ശിവദാസ മേനോൻ മന്ത്രിയോ മറ്റുമാണ്. ശിവദാസ മേനോൻ പറഞ്ഞു, അല്ല കർത്താവ് തന്നെ വെള്ളം വീഞ്ഞാക്കിയതാണ്, പിന്നെയും ഇതിപ്പോൾ ഇതെന്തൊരു കുഴപ്പം, ആ കൂടെ ബഹളമൊക്കെ. അന്ന് കത്തോലിക്ക സഭയ്ക്ക് മസിൽസ്. അതെ അതെ അതെ. അതുകൊണ്ട് ശിവദാസ മേനോൻ വാക്കുകൾ പിൻവലിച്ചു. സുകുമാർ അഴീക്കോടിന് പിന്നെ അവരൊരു സാഹചര്യം കൊടുത്തു, ഒരു ലൂസ് ടോക്കിംഗ് മനുഷ്യനാണ്, എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് സത്യമായിരുന്നു. കാരണം ഈ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അൽമായരുടെ മദ്യപാനം അവരുടെ കുടുംബങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ ഏർപ്പാടിന് ഇറങ്ങിയിരിക്കുന്നത്. അല്ലാതെ യേശുക്രിസ്തു മദ്യവിരോധി ആയതുകൊണ്ടൊന്നുമല്ല. പ്രായോഗിക തലത്തിൽ അവരുടെ കുടുംബങ്ങൾ തകർന്നു പോകുന്നു. അങ്ങനെ തെരുവിലിറങ്ങുന്ന KCBC പിണറായി വിജയൻ വന്നപ്പോൾ തെരുവിൽ കണ്ടോ അവരെ? 2600% വർധനയാണ് ബാറുകളുടെ എണ്ണത്തിൽ. 2600%. 100 ഉള്ളത് 2600 അതോ 26,000. ഇങ്ങനെ ഇപ്പോൾ ചോദിക്കുന്നവർക്കൊക്കെ സർക്കാരിൻ്റെ പോളിസി എന്താണെന്നറിയാമോ? ഇഫ് എവറിതിങ് ഈസ് ഓക്കെ, ഒരു ബാറ് ലൈസൻസ് കൊടുക്കാനായിട്ട് അതിൻ്റെ ചട്ടങ്ങളുണ്ട്. ചട്ടപ്രകാരം ആരപ്ലൈ ചെയ്താലും, ഞാനാണെങ്കിലും സുനിലാണെങ്കിലും ബാർ അപ്പം കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് ഇറോ എന്ന് പറഞ്ഞ് ബാറെല്ലാം എല്ലായിടത്തും തുറന്നത്. പഴയത് തുറന്നു, 4 സ്റ്റാർ ഉള്ളത് 5 സ്റ്റാറായി, 3 സ്റ്റാർ 2 സ്റ്റാറായി, ഇങ്ങനെയൊക്കെ ഇത് നടക്കുന്നത്. ഇതിന് എതിരെ പ്രതിഷേധിക്കാൻ ഏറ്റവും മുമ്പിൽ നിന്ന ക്രൈസ്തവ സഭ, അവരുടെ ബലത്തിൽ അന്ന് തിളങ്ങിക്കൊണ്ടിരുന്ന VM സുധീരൻ, ഇവരാരും രംഗത്തില്ല. എന്തുകൊണ്ടാണ്? കത്തോലിക്ക സഭ തളർന്നു. കത്തോലിക്ക സഭയുടെ മുമ്പിൽ നിന്നാണ് VM സുധീരൻ അന്ന് ഗജകണ്ഠൻ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്, അല്ലാതെ നാട്ടുകാരൊന്നുമല്ല. അതെ അതെ. ഈ ഓഡിയൻസ് ഇല്ലാതെ ആയി കഴിഞ്ഞപ്പോൾ സുധീരനും മദ്യനിരോധനെടുത്ത് പരണത്ത് വെച്ചു. ഇതൊക്കെ കത്തോലിക്ക സഭയുടെ ഈ ഇൻറ്റേർണൽ ഇംപ്ലോഷൻ എന്ന് പറയും. ഇതിന് അകത്തേക്ക് തകർന്നു വീഴുക, പുറത്തേക്ക് തെറിച്ച ആർക്കും ആളവയം ഉണ്ടാവില്ല. ഇംപ്ലോഷൻ എന്ന് പറയും. അതാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഗാസയിൽ ഉപയോഗിക്കുന്നത്. ഇംപ്ലോഷനാണ്. കെട്ടിടങ്ങൾ പൊട്ടിത്തെറിച്ച് വീണ് അവിടെ നാശനഷ്ടം ഉണ്ടാവില്ല. കെട്ടിടം ഇങ്ങനെ അകത്തേക്കിരിക്കും. നമ്മുടെ എറണാകുളം മരട് ഫ്ലാറ്റ് പൊളിച്ചില്ലേ, അങ്ങനെ തന്നെ താഴത്തേക്കിരിക്കും. അതാണ്. അപ്പോൾ ഇങ്ങനെ കത്തോലിക്ക സഭയുടെ ഇംപ്ലോഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാകഷ്ടമാണ്. കത്തോലിക്കരിലെ അൽമായരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വേണം സഭയെ രക്ഷിക്കാൻ. വൈദികന്മാർക്ക് രക്ഷിക്കാനൊന്നും പറ്റില്ല. വൈദികനെ അടക്കം നിങ്ങൾക്ക് രക്ഷിക്കേണ്ടി വരും. അതിനായിട്ട് രംഗത്തിറങ്ങേണ്ടി വരും. അതിൻ്റെ സമയം ഞാൻ പറയുന്നത് ഒരു 15 വർഷം മുമ്പ് സങ്കല്പിക്കാൻ പറ്റുമോ പാലയിലോ പൂഞ്ഞാറിലോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുന്നതായിട്ട്? പാലാ ബിഷപ്പിൻ്റെ വസതിക്ക് നേർക്ക് മാർച്ച് നടത്താൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവും കേരളത്തിൽ? അതുവരെ നടന്നില്ലേ? അവസാനം എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴും FIR നിലനിൽക്കുകയാണ്. ഏത് നിമിഷവും പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ടിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പിണറായി വിജയൻ്റെ പോലീസിന്. അല്ല ടിജി, ഒരു വൈകിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. 25 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഇല്ലാതാകാൻ പോകുന്ന ഒരു വിഭാഗമായി ഗ്രോത്താണ് അവർക്ക്. നെഗറ്റീവ് ഗ്രോത്താണ്. നമുക്ക് അത് വിശദമായി അടുത്തൊരു ദിവസം സംസാരിക്കണം. ഡാറ്റ അതിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും കത്തോലിക്ക സഭയുടെ ഈ ഇൻറ്റേർണൽ പ്രോബ്ലംസ്, ഈ വീക്ക്നെസ്, അത് കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ഹിന്ദു സമൂഹത്തിനും അത് ദോഷം ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത് കാസയുടെ പേജിൽ കണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം കാസയുടെ പേജിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. കേരളത്തിൽ മണിപ്പൂർ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് PK ഫിറോസ് ഒരു പള്ളികളുടെ പട്ടിക ഇറക്കിയിരുന്നു. അവർ സംരക്ഷിക്കും, ഹിന്ദുക്കളിൽ നിന്ന് പള്ളികൾ സംരക്ഷിക്കും. ആ പട്ടികയിൽ പൂഞ്ഞാർ സെൻറ് മേരീസ് പള്ളി ഇല്ലായിരുന്നു. ലിസ്റ്റിലില്ല. അപ്പോൾ ആ പള്ളിയിലാണ് ഈ അതൊരു സൂചനയാണിത്. സൂചന മാത്രം, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ അതാണല്ലോ. പക്ഷേ ഫിറോസിൻ്റെ യൂത്ത് ലീഗിൻ്റെ ഇരാറ്റുപേട്ട കമ്മിറ്റി സർക്കാരിനൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. പാലായിലെ ഈ പൂഞ്ഞാറിലെ സംഭവത്തിൻ്റെ പേരിൽ പ്രസ്താവനകൾ ഇറക്കുന്ന രാഷ്ട്രീയക്കാർ, മതസംഘടനകൾ, ഇതര മതസംഘടനകൾ, സോഷ്യൽ മീഡിയ, മാധ്യമങ്ങൾ ഇവർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് ആവശ്യം. ശക്തമായ നടപടിയെടുക്കണം. എന്നെയും സുനിലിനെയും കൂടെ ചേർത്ത് തൂക്കിക്കൊന്നോട്ടെ. ഒറ്റ കയറ് മതിയാകും. എനിക്ക് വലിയ കയറൊന്നും വേണ്ട. അല്ല, അപ്പോഴും ക്രൈസ്തവ സഭ നമുക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീര് പൊഴിക്കില്ല. അവർ എനിക്ക് വേണ്ടി കണ്ണീരൊന്നും അവർ പൊഴിക്കേണ്ട. നമുക്ക് വേണ്ടിയിട്ടും പൊഴിക്കേണ്ട. ഞാൻ പറയുന്നത് അവരവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ. ഇനി അടുത്തത് സുനിൽ നോക്കിക്കോളൂ, ക്രിസ്ത്യാനികളുടെ സ്ത്രീകളായിരിക്കും നേരിടാൻ പോകുന്നത് ഈ അതിക്രമം. അല്ല, ഒരിക്കൽ
പുരുഷന്മാർ കീഴടങ്ങി കൊടുത്താൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് കുടുംബത്തിരിക്കുന്ന സ്ത്രീകളെ. യേശുദേവൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, നിന്റെ മേലങ്കി വിറ്റും വേണ്ടി വന്നാൽ ഒരു വാള് വാങ്ങണമെന്ന്. ഈ എടുക്കേണ്ടത് എടുക്കാൻ പാടില്ലാത്തത് എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം ഹിന്ദുവിനുണ്ടായിരുന്നു. ഇപ്പോൾ അത് കത്തോലിക്കനും കൂടെ പിടിപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവരെ പറ്റുമെങ്കിൽ എൻ്റെ കർത്താവെ ഒന്ന് രക്ഷിക്കണേ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.